അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന് അള്ളാഹു കാണുന്ന മാർഗം മഹാനായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി താൻ ഏത് ആശയത്തിലേക്കാണോ ജനങ്ങളെ വിളിക്കുന്നത് ആ ആശയത്തെ തൻ്റെ മനസ്സിൽ ഒന്നുകൂടി ഉറപ്പിച്ചു നിർത്താൻ സഹായകമാകുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. കാണുമ്പോൾ ഒരു വലിയ ബോധ്യമുണ്ടാകും. ആ ബോധ്യം, ആ തിരിച്ചറിവ് മനസ്സിനെ, തൻ്റെ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തും. ആ അർത്ഥത്തിൽ ഉണ്ടായ, അള്ളാഹു ഉണ്ടാക്കിയ ഒരു സംഭവമാണ്, ഒരവസരമാണ് ഇസ്രാ മിഅ്റാജ് സംഭവങ്ങൾ. ഈ യാത്രയെക്കുറിച്ച് നാം പറയുമ്പോഴും കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സ്, നമ്മുടെ അനുഭവം, നമ്മുടെ യുക്തി ഇവയൊന്നും പ്രഥമ ദൃഷ്ട്യാ ഇത് അംഗീകരിച്ചിട്ടേയില്ല. അത്രമാത്രം അമാനുഷികമായ, അസാധാരണമായ സംഭവങ്ങളാണ് ഇസ്രാ മിഅ്റാജിൻ്റെ എല്ലാ ഭാഗങ്ങളും. അതുകൊണ്ട് തന്നെ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് കേവലം ഒരു സ്വപ്നമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അത് വെറും ആത്മാവിൻ്റെ ഒരു യാത്രയായിരുന്നു എന്ന് ജൽപ്പിക്കുന്നവരുണ്ട്. ഒന്നും പറയാതെ അവിടെ എത്തുമ്പോൾ മാത്രം മൗനം പാലിച്ച് മാറി നിൽക്കുന്നവരുമുണ്ട്. അതേസമയം ഇതിനെ മറ്റൊരു ശരിയായ ആംഗിളിൽ നിന്ന് നോക്കിക്കണ്ട് അത് 100% ശരിയായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. 100% ശരിയായ ഒരു യാത്രയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, വാദിക്കുന്നു എന്നതാണ് ആദ്യം ഞാൻ ഈ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം മക്കയിലെ തൻ്റെ വസതിയിൽ നിന്ന്, അല്ലെങ്കിൽ കഅബ ഷരീഫിൽ നിന്ന് അങ്ങകലെ ഫലസ്തീനിലെ ജെറൂസലമിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവുകയും തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയുമ്പോഴാണ് എല്ലാ അപകടങ്ങളും ഉണ്ടാകുന്നത്. അതല്ല ഉണ്ടായത്. അതുകൊണ്ട് അങ്ങനെയല്ല പറയേണ്ടത്, അങ്ങനെയല്ല കരുതേണ്ടത്, അങ്ങനെയല്ല വിശ്വസിക്കേണ്ടത്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച മറ്റു സ്ഥാനങ്ങളിലേക്കും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവയെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും അവയ്ക്കെല്ലാം സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയും അള്ളാഹു കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവന്നാക്കുകയും ചെയ്തു എന്നാണ് നാം പറയേണ്ടത്. അതാണ് ശരി. അതല്ലാതെ മുഹമ്മദ് നബി എന്ന ഒരാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം അങ്ങനെ പോയി വന്നു എന്നൊക്കെ പറയുമ്പോഴാണ് അത് അവിശ്വസനീയമായി തോന്നുന്നത്. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിശയിപ്പിക്കുന്ന ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനല്ലേ? നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഈ പ്രപഞ്ചത്തെ വിധാനിച്ചവനല്ലേ? ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനല്ലേ? അവന് ഇതല്ല, ഇതിലും വലിയത് ചെയ്യാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം, പരിപൂർണമായ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഇതിൽ സന്ദേഹിക്കേണ്ട ആവശ്യമില്ല. നബി പോയി എന്നല്ല പറയുന്നത്, നബിയെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അവിടെ ആ യാത്രയുടെ പിന്നിലെ എല്ലാ ശക്തിയും കഴിവും കരുത്തും അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹുവിന് എല്ലാം കഴിയും എന്ന അർത്ഥത്തിലുള്ള സമ്പൂർണമായൊരു ഈമാൻ നെഞ്ചിൻ കൂടിനകത്തുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇസ്രാഉം മിഅ്റാജും
അവൻ്റെ ഈമാനിന് ബലമേ നൽകുകയുള്ളൂ, ശക്തിയെ നൽകുകയുള്ളൂ. അങ്ങനെ ആവണം. അങ്ങനെ ആവാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.